കുഞ്ഞുമണീസ്, ആർക്കിക്വസ്റ്റിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് റോബ്ലോക്സിന്റെ പുഷ് ദ റോക്ക് ഫോർ ബ്രെയിൻ റോട്ട്സ് എന്ന കളിയാണ്. വേറെ ഒന്നുമില്ലടാ, ഇത് നമ്മൾ കല്ലിങ്ങനെ ഉരുട്ടി കൊണ്ടുപോകുന്നു. നമ്മൾ ബ്രെയിൻ റോട്ട്സ് കളക്ട് ചെയ്യുന്നു, നമ്മൾ മണി കളക്ട് ചെയ്യുന്നു. അതാണ് നമ്മൾ ഇതിൽ കളിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കളിച്ചാലോ? അപ്പൊ നമ്മൾ ആദ്യം ഒരു കല്ല് ഉരുട്ടാൻ പോവുകയാണ്. ദിങ്കട് നമ്മൾ കല്ല് ഉരുട്ടി ഇട്ടിരിക്കുകയാണ്. നമ്മൾ കോമൺ ഏരിയയിൽ എത്തിക്കഴിഞ്ഞു. നമ്മൾ വേറെ ഏരിയയിൽ കിടന്ന് നന്നായി പുഷ് ചെയ്യുന്നുണ്ട്. അത്രയും സ്ട്രെങ്ത് നമുക്ക് ഉണ്ടോന്ന് അറിയില്ല. നമ്മൾ ആദ്യമേ കോമൺ ഏരിയയിൽ ഒന്ന് കളക്ട് ചെയ്യാതെ നമ്മൾ വേറെ ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. അത്രയും സ്ട്രെങ്ത് നമുക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഈ വാ തുറന്നതൊക്കെ ഇല്ലേടാ, നമ്മൾ ബ്രെയിൻ റോട്ട് കളക്ട് ചെയ്യുമ്പോൾ നമ്മളെ പിടിക്കാൻ വരും കേട്ടോ. ബ്രെയിൻ റോട്ട് നമ്മുടെ കയ്യിലുള്ളപ്പോൾ പിടിക്കാൻ വരും. പക്ഷെ ഇപ്പൊ നമുക്കൊരു ബ്രെയിൻ റോട്ട് എടുക്കാം. അവരിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ടു പോയി നമ്മൾ ബ്രെയിൻ റോട്ട് കളക്ട് ചെയ്ത് നമ്മളെ ബേസിൽ കൊണ്ട് വയ്ക്കണം. ഞാൻ ഏതാണ്ട് ഒരെണ്ണത്തിനെ കളക്ട് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മുടെ ക്യാപിച്ചൂനോ ബ്രെയിൻ റോട്ടിനെയാണ് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നത്. ക്യാപിച്ചൂനോ ബ്രെയിൻ റോട്ടിനെയും കൊണ്ട് നമ്മളെ ബേസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം കളക്ട് ചെയ്തതാണ്. നമുക്ക് 1K/second ഡോളേഴ്സ് അതിന് കളക്ട് ചെയ്യാൻ പറ്റും ക്യാപിച്ചിനോയിന്. ഓക്കെ, നമ്മുടെ ഡോളർ ഇൻക്രീസ് ആയിട്ടുണ്ട്. നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം. സ്ട്രെങ്ത് നന്നായി അപ്ഗ്രേഡ് ചെയ്താലേടാ ഗൈസ് നമുക്ക് നന്നായിട്ട് കല്ല് ഉരുട്ടാൻ പറ്റത്തുള്ളൂ. നമുക്ക് നന്നായിട്ട് റോക്ക് പുള്ള് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല സ്ട്രെങ്ത് വേണം. അപ്പൊ നമ്മളെ സ്ട്രെങ്ത് നന്നായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമ്മൾ പടക്ക കല്ല് കൈ ഒറ്റയ്ക്ക് നമ്മൾ എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇവരെ നമ്മളിപ്പം ഉരുട്ടും. ഇവ ഇത്തിരി പാട് തന്നെ, എങ്കിലും നേരത്തെക്കാളും നമുക്ക് പറ്റുന്നുണ്ട്. നമ്മൾ വേറെ ഏരിയയിൽ ഉള്ള കല്ലുരുട്ടി നമ്മൾ ഇട്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്കിനി അടുത്ത ഇവിടെ നിന്ന് വേണ്ടടേ. ഇവിടെ നമ്മൾ നേരത്തെ എടുത്തില്ലേ എപ്പിക്കിൽ. നമ്മൾ എപ്പിക്കിൽ എത്തിയിരിക്കുകയാണ് വേറെന്ന്. പക്ഷെ എപ്പിക്കിലെ കല്ല് നമ്മൾ വിചാരിച്ച അത്ര പാടാണ്, വിചാരിച്ച അത്ര പോരാ. നമുക്ക് ഇത്ര സ്ട്രെങ്ത് ഒന്നും പോരാന്ന് തോന്നുന്നു. എന്നാലും നമ്മൾ ട്രൈ ചെയ്യൂടാ. ആ കല്ല് വേളിൽ കൂടെ വീണ് ഞാൻ ചത്തോ എന്തോ അറിഞ്ഞുകൂടാ. എങ്കിലും ഞാൻ ഉരുട്ടിക്കൊണ്ടേയിരിക്കും. നമുക്ക് പറ്റിയിരിക്കുകയാണ്. നമ്മൾ ആ കല്ല് തവിട് പൊടിയാക്കിയിരിക്കുകയാണ്. നമുക്കൊരു ലെജൻഡറി ഏരിയയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമുക്കൊരു നല്ല ബ്രെയിൻ റോട്ടിനെ ഇവിടെ നിന്ന് കളക്ട് ചെയ്യണം. നമ്മൾ ലെജൻഡറി ഏരിയ എത്തിയിരിക്കുകയാണ്. നമ്മളൊക്കെ അടിച്ച് തിന്നാൻ വേണ്ടി വായും തുറന്ന് അവൻ നടക്കുകയാണ്. പക്ഷെ നമ്മൾ ബ്രെയിൻ റോട്ട് കളക്ട് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. ഓക്കെ, നമ്മൾ അവന്റെ വായിപ്പെടാതെ നമ്മൾ ബ്രെയിൻ റോട്ടും എടുത്തുകൊണ്ട് പോവുകയാണ്. ഈ ബ്രെയിൻ റോട്ടിന്റെ പേര് സ്ട്രോബെറി ബ്രെയിൻ റോട്ടാണ് കേട്ടോടാ. സ്ട്രോബെറി ബ്രെയിൻ റോട്ടാണ്. സ്ട്രോബെറി എന്ന് പറഞ്ഞാൽ കൊക്കിനെ പോലെയാണ് ഇരിക്കുന്നത്. സ്ട്രോബെറി ഫ്ലമിംഗോ എന്ന ബ്രെയിൻ റോട്ടാണ് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരെണ്ണം കൂടെ എടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മളെ സ്ട്രെങ്ത് കുറച്ച് കൂടിയുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം കൂടെ കളക്ട് ചെയ്യാം. നമ്മൾ 2 ബ്രെയിൻ റോട്ടിനെ കളക്ട് ചെയ്തിരിക്കുകയാണെടാ. 2 ബ്രെയിൻ റോട്ടിനെ കളക്ട് ചെയ്ത് അവന്റെ വായിലൊന്നും വീഴാതെ നമ്മൾ വേഗം ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ ബേസിലേക്ക്. നമ്മൾ നന്നായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 2 എണ്ണം നമ്മൾ കളക്ട് ചെയ്തിട്ടാ. നമ്മുടെ സ്ട്രെങ്ത് കൂടിയതുകൊണ്ട് നമുക്ക് 2 എണ്ണം കളക്ട് ചെയ്യാനായിട്ട് പറ്റി. പിന്നീട് ഗൈസ്, നിങ്ങൾ എന്റെ വീഡിയോയ്ക്ക് ഒന്നും ലൈക്ക് ചെയ്യുന്നില്ല. എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നില്ല എന്നറിയില്ല. നിങ്ങൾ കണ്ടോണ്ടിരിക്കുമ്പോൾ വെറുതെ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യടാ. ഒരു 50 ലൈക്ക് അല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ. പിന്നെ സബ് ചെയ്ത് വെക്കണം, എങ്കിലേ ഇടുന്ന വീഡിയോസ് ഒക്കെ കാണാൻ പറ്റുള്ളൂ. പിന്നെ പുതിയ ഏത് വീഡിയോ കളിക്കണോ നിങ്ങൾ കമന്റ് ചെയ്താലേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഏത് കളിക്കണമെന്ന്. ഓക്കെ, നമ്മുടെ സ്ട്രെങ്ത് കൂടിയിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ അപ്ഗ്രേഡേഷൻ വേണം. ഓക്കെ, നമ്മൾ സ്ട്രെങ്ത് കൂട്ടാനായി നമ്മൾ നന്നായിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. എങ്കിലേ നമുക്ക് വേഗത്തിൽ അടുത്ത സോണിലൊക്കെ എത്തിപ്പറ്റാൻ പറ്റത്തുള്ളൂ. കാര്യം നമ്മള് കോമൺ ഏരിയയിൽ ഒന്നും കളക്ട് ചെയ്യുന്നില്ലടാ. നമുക്ക് നന്നായിട്ട് സ്ട്രെങ്ത് അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് റീബർത്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രെങ്ത് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, നമുക്ക് ആയിട്ടുണ്ട്. നമ്മൾ റീബർത്ത് എടുക്കുകയാണ്. അപ്ഗ്രേഡ് ഓപ്പൺ ആയി. നമ്മൾ നന്നായിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്ട്രെങ്ത് ചേഞ്ച് ടു കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. സ്ട്രെങ്ത് 321 ഒക്കെ ആയിട്ടുണ്ട്. നമുക്ക് 345 വരെ ആക്കാടാ. 345 വരെ ആവോ? ഇല്ല, നമ്മുടെ സ്ട്രെങ്ത് അവിടെ വെച്ച് നിന്നിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, നമ്മുടെ സ്ട്രെങ്ത് എന്താണ് നന്നായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ കോമൺ ഏരിയയിൽ ഒരു ബ്രെയിൻ റോട്ട് കളക്ട് ചെയ്യുന്നില്ല. നമ്മൾ വളരെ പെട്ടെന്ന് പടക്കനെ കള്ള് ഉരുട്ടി മുകളിൽ എത്തിച്ചു. നമ്മൾ വേറെ ഏരിയയും കഴിഞ്ഞു. നമ്മളിതാ എപ്പിക് ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. എപ്പിക് ഏരിയയിൽ നമ്മൾ വളരെ വേഗത്തിൽ തന്നെ കല്ല് ഉരുട്ടി നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടെത്തി. ഇപ്പൊ അത്ര ബുദ്ധിമുട്ടില്ല. നമ്മുടെ സ്ട്രെങ്ത് നന്നായി കൂടിയുണ്ട്. നമുക്ക് എപ്പിക്കിലൊക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ
എപ്പിക്ക് കടന്നു കിട്ടി. നമ്മൾ ലെജൻഡറിയിൽ എത്തിയിരിക്കുകയാണ്. ഇതിന് നമുക്കൊരു നല്ല ബ്രെയിൻ റോട്ടിനെ തന്നെ കളക്ട് ചെയ്യണം. ഈ സ്വർണം പോലെ ഇരിക്കുന്ന ബ്രെയിൻ റോട്ട് നമുക്ക് കളക്ട് ചെയ്യാം. ഗാങ്സ്റ്റർ എന്ന് പറഞ്ഞൊരു വേറെ ഏതാണ്ട് കൂടെ പറഞ്ഞു. ഗാങ്സ്റ്ററിന്റെ ബ്രെയിൻ റോട്ടിനെ കളക്ട് ചെയ്ത് നമ്മൾ താഴോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ പണ്ടൊരു കഥ അറിയാവോ? നാറാണത്ത് ഭ്രാന്തന്റെ കഥ. നാറാണത്ത് ഭ്രാന്തന്റെ നമ്മൾ ഒരു ബ്രെയിൻ റോട്ട് കൂടെ കളക്ട് ചെയ്തിരിക്കുകയാണ്. എലിഫന്റ് ഒന്ന് പോകുന്ന വഴിക്ക് നമുക്ക് 2 എണ്ണം കളക്ട്, നമുക്ക് അത്ര സ്ട്രെങ്ത് ഉണ്ടടാ. അപ്പൊ നമ്മൾ പോകുന്ന ഒരു വഴിക്ക് തന്നെ നമ്മൾ 2 എണ്ണം ഒക്കെ അങ്ങ് കളക്ട് ചെയ്യണം. ഒരെണ്ണം കൂടെ കളക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഒരെണ്ണം കൂടെ കളക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ 3 ബ്രെയിൻ റോട്ടേടാ, പിയാനോ പോലെ ഇരിക്കുന്നതും പിന്നെ ആനയെ പോലെ ഇരിക്കുന്നതും ഒക്കെ ആയിട്ട് നമ്മൾ 3 ബ്രെയിൻ, അതിന് വേറെ ഏതാണ്ടൊക്കെ പേരൊക്കെ ഉണ്ട് കേട്ടോ. 3നും 3 പേരൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് പറയാം ആനയെ പോലെ ഇരിക്കുന്നതും നമ്മുടെ പിയാനോയും പോലെയുള്ള ബ്രെയിൻ റോട്ടിനെയും ഒരു ഗോൾഡൻ ബ്രെയിൻ റോട്ടിനെയും 3 ബ്രെയിൻ റോട്ടിനെയും കളക്ട് ചെയ്ത് നമ്മുടെ ബേസിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊരു നാറാണത്ത് ഭ്രാന്തൻ എന്ന് പറഞ്ഞൊരു ആളുണ്ടായിരുന്നേടാ. അയാളുടെ ഏറ്റവും വലിയ ഹോബി ഇതായിരുന്നു. കല്ല് ഇങ്ങനെ ഉരുട്ടി മലയുടെ മുകളിൽ എത്തിക്കുക, എന്നിട്ട് താഴെ കൊണ്ട് തപ്പേന്നിടുക, എന്നിട്ട് കൈയൊട്ടിച്ചിരിക്കുക. അങ്ങനെ കാലിൽ മന്തുള്ള നാറാണത്ത് ഭ്രാന്തൻ എന്ന വ്യക്തിയുടെ ഏക ഹോബിയായിരുന്നു ഈ കല്ലുരുട്ടുന്നത്. ഇന്ന് അതിന്റെ ഒരു പുതിയ വേർഷനായിട്ട് നമ്മൾ റോബ്ലോക്സിൽ കല്ലുരുട്ടി മുകളിൽ കൊണ്ടുപോകുന്നു. വെറുതെ ബ്രെയിൻ റോട്ട് കളക്ട് ചെയ്ത് നമ്മുടെ ബേസിൽ കൊണ്ട് വെക്കുന്നു. നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് സ്ട്രെങ്തൻ ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരു ഗെയിമാണ് നമ്മളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ അതിനെ വീട്ടിൽ ഇരുന്ന് തന്നെ ഗെയിമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ നന്നായിട്ട് നമ്മുടെ സ്ട്രെങ്ത് ഒക്കെ കൂട്ടിയിട്ടുണ്ടാ. നമുക്ക് കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്യാം. നമ്മുടെ സ്ട്രെങ്ത് നന്നായിട്ട് കൂട്ടണം. എങ്ങനെയാണ് നമുക്ക് ഇതുപോലെ 3 എണ്ണമൊക്കെ നമുക്ക് പടക്കനെ 3 എണ്ണമൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറ്റൂ. പടക്കനെ നമുക്ക് കല്ലുരുട്ടി മുകളിൽ എത്തിക്കാൻ പറ്റുള്ളൂ. നമ്മൾ വേഗത്തിൽ തന്നെ നമുക്ക് കല്ലുരുട്ടി എത്തി കൂടുതൽ ബ്രെയിൻ റോട്ട്സ് ഒക്കെ കളക്ട് ചെയ്യാനുള്ള ശക്തി വേണം. ഓക്കെ, നമ്മളിപ്പോ ഒറ്റ അടിക്ക് തന്നെ ഈ കല്ലങ്ങ് ഉരുട്ടി മുകളിൽ എത്തിക്കുകയാണ്. ഓക്കെ, നമുക്കിപ്പോ അത്രയും സ്ട്രെങ്ത് ഉണ്ടടാ. നമ്മൾ റെയർ ഏരിയയിൽ നിന്ന് വളരെ വേഗത്തിൽ തന്നെ കല്ലുരുട്ടി കഴിഞ്ഞു. ആ എപ്പിക്കിലെ കല്ല് നമ്മൾ കൊണ്ടുപോവുകയാണ്. ഉരുട്ടി കൊണ്ടുപോകുന്നുണ്ട്. നല്ല രസം തന്നെടാ ഇങ്ങനെ കല്ലുരുട്ടി മുകളിൽ കൊണ്ടുപോകാൻ. അപ്പൊ നമ്മൾ ലെജൻഡറിയിൽ നിന്ന് നമ്മളിപ്പോ ആദ്യമായിട്ട് അടുത്ത ലെവലിലോട്ട് കടക്കാൻ പോവുകയാണ്. ലെജൻഡറിയിലെ മഞ്ഞ കല്ലുരുട്ടി നമ്മൾ അങ്ങനെ നമ്മുടെ റെഡ് ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. മിത്തിക് ഏരിയ. മിത്തിക്കിന്ന് നമുക്ക് കല്ല് ഉരുട്ടാൻ നോക്കാം. പറ്റുമോന്ന് അറിയില്ല. നമ്മളെ അമിത ആത്മവിശ്വാസമാണോ എന്ന് അറിയില്ല. നമ്മൾ അമിത വിശ്വാസത്തിൽ നമ്മളെ കല്ല് ഇങ്ങനെ കയറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ്. മിത്തിക് ഏരിയയിലെ കല്ല് പറ്റണില്ലടാ, വലിയണില്ല. പക്ഷെ നമ്മളെ കൊണ്ട് എത്തിച്ചടാ ഗൈസ്, നമ്മൾ എത്തിച്ചു. നമ്മൾ അത്രയ്ക്ക് സ്ട്രോങ് ആണ്ടാ. നമുക്ക് ഇവിടെ നിന്ന് ഒരു നല്ലൊരു ബ്രെയിൻ റോട്ട് തന്നെ കളക്ട് ചെയ്യണം. ഏത് ബ്രെയിൻ റോട്ട് എടുക്കണോടാ? നമുക്ക് ഏതെടുക്കാം? നമുക്ക് La vacca Saturno Saturnita. La vacca Saturno Matteo. Esoscola. എന്നൊക്കെയാണ് അവർ പറഞ്ഞു തോന്നുന്നു. എന്ത് തന്നെയാണെങ്കിലും നമ്മളെ 3 ബ്രെയിൻ റോട്ടിനെ കളക്ട് ചെയ്തിട്ടുണ്ടടാ. 3 ബ്രെയിൻ റോട്ടിന് ഈ 3 കുറഞ്ഞ പരിപാടിയൊന്നും ഇല്ല. എന്ത് തന്നെയാണെങ്കിലും വീട് പോലത്തെ ഒരു ബ്രെയിൻ റോട്ടിനെയും ഒരു തൊപ്പിക്കാരനെയും പിന്നെ ഒരു സാറ്റലൈറ്റ് പോലെ ഇരിക്കുന്ന ഒരു ബ്രെയിൻ റോട്ടിനെയും, അങ്ങനെ 3 ബ്രെയിൻ റോട്ട്. നമുക്ക് ഈ പേരുകളാണ് കുറച്ചുകൂടി ഉചിതമാവുന്നത്. അപ്പൊ തൊപ്പിക്കാരനെയും വീടിനെയും സാറ്റലൈറ്റിനെയും കൊണ്ട് 3 ബ്രെയിൻ റോട്ടിനെയും കൊണ്ട് നമ്മുടെ ബേസിലേക്ക് നമ്മൾ പോവുകയാണ്. ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ഗൈസ്, പ്ലീസ്. നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ, ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറെ കമന്റും അറിയിക്കണം. ഗെയിം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അറിയിക്കണം. ഞാൻ 50 ലൈക്കാണ് ചോദിക്കുന്നത്. ആകെ കണ്ടോണ്ടിരിക്കുമ്പോൾ വെറുതെ ഒന്ന് ആ ലൈക്ക് ബട്ടണൂടെ ക്ലിക്ക് ചെയ്യടാ. അപ്പൊ മുത്തൂസ് നമ്മളെ സെല് ചെയ്ത് നമ്മുടെ പോയിന്റ്സ് റേസ് ചെയ്യാണ്. നമ്മൾ കൊണ്ടുവന്ന ബ്രെയിൻ റോട്ട്സിൽ നിന്നൊക്കെ പോയിന്റ്സ് കളക്ട് ചെയ്യാണ്. നമുക്കിപ്പോ മില്യൺസ് ഉണ്ട്. $254 million ഒക്കെ നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞു. എല്ലാ ബ്രെയിൻ റോട്ട്സും നമ്മൾ സെല് ചെയ്യാണ്. എല്ലാ ബ്രെയിൻ റോട്ട്സിൽ നിന്നും കൂടെ നമ്മൾ കളക്ട് ചെയ്യാണ് പോയിന്റ്സ്. ഓക്കെ, നമ്മളിനി നമ്മുടെ പോയിന്റ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം. സ്ട്രെങ്ത് മാക്സിമം ആക്കണം നമ്മുടെ സ്ട്രെങ്ത്. എങ്കിലും നമുക്ക് വേഗം തന്നെ ലെജൻഡറിയും കഴിഞ്ഞ് അടുത്ത ഏരിയയിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. മിത്തിക്കിൽ വരെ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പൊ മിത്തിക്കിൽ നിന്നൊക്കെ നമുക്ക് മാക്സിമം സ്ട്രെങ്ത് നമ്മുടെ സ്ട്രെങ്ത് 555 ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ മിത്തിക്കിലൊക്കെ എത്തി നമുക്ക് കളക്ട് ചെയ്യണമെങ്കിൽ ഇത്രയും സ്ട്രെങ്ത് ഒക്കെ വേണം. അതുപോലെ നമുക്കൊരു
നമുക്കിപ്പോ റീബർത്ത് എടുക്കാനുള്ള സ്ട്രെങ്ത് ആയിട്ടുണ്ട് ഗൈസ്. എങ്കിലും നമുക്കിനി എന്തായാലും നമ്മളിപ്പോൾ ഇറങ്ങി തിരിച്ച സ്ഥിതിക്ക് കല്ലുരുട്ടി നമുക്ക് മുകളിലെത്തി മിത്തിക്കും കഴിഞ്ഞ് പോകാൻ പറ്റുമോ നോക്കാം. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ബ്രെയിൻ റോട്ട് കളക്ട് ചെയ്ത് താഴെ എത്തിയിട്ട് നമുക്ക് വീണ്ടും റീബർത്ത് എടുക്കാം. ഓക്കെ, നമ്മൾ ലെജൻഡറിയുടെ മഞ്ഞ കല്ലാണ് ഉരുട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ കൂടെ വേറെ ഒരുത്തിയും കൂടെ ഉരുട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ അവളെക്കാൾ വേഗത്തിൽ തന്നെ നമുക്ക് സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. നമ്മളെ വേഗത്തിൽ തന്നെ നമ്മൾ ഉരുട്ടിയെത്തി. നമ്മളെ കൂടെ വേറെ ഒരുത്തിനും കൂടെ ഉരുട്ടാൻ വരുന്നുണ്ട്. ഇവിടെ ഇത്തിരി പാടാണ്ടാ ഗൈസ്, എങ്കിലും നമ്മൾ പോവുകയാണ്. ഇവിടെ ഇത്തിരി പാട് തന്നെ, ശോകമാണ്. കല്ല് നമ്മൾ കോമൺ ഏരിയയിലൊക്കെ ഉരുട്ടും പോലെയൊന്നും എളുപ്പത്തിൽ പറ്റില്ല. പക്ഷെ നമ്മൾ ഉരുട്ടി മുകളിൽ എത്തിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് സീക്രട്ട് എന്ന ഏരിയയിലാണ്. സീക്രട്ടിൽ നിന്ന് കല്ല് ഉരുട്ടാൻ പറ്റുമെന്നാണ് ഇപ്പോൾ ട്രൈ ചെയ്യുന്നത്. പറ്റില്ലടാ, കല്ല് അനങ്ങിയിട്ട് പോലില്ല. പോയി പണി നോക്കൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് കല്ല്. ഓക്കെ, നമുക്കിപ്പോൾ കിട്ടിയ നല്ലൊരു ബ്രെയിൻ റോട്ട് എടുത്തുകൊണ്ട് നമുക്ക് പോവാം. പിന്നെ ഈ വായി തുറന്ന് നടക്കണവൻ നമ്മളെ പിടിച്ച് ബ്രെയിൻ റോട്ട് എടുക്കുമ്പോഴത്തേക്ക് നമ്മളെ തിന്നും കേട്ടാടാ. അവന്റെ വായി പെടാതെ നമ്മള് ഇത് കളക്ട് ചെയ്ത് നമ്മള് താഴെ പോണം. നമ്മൾ 2 എണ്ണമാണ് ഇവിടുന്ന് കളക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് എന്തെങ്കിലും 2 എണ്ണം നമ്മൾ കളക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് എന്തെങ്കിലും കൂടെ എടുക്കാം. ഓക്കെ, ജിറാഫ് സെലസ്റ്റ് എന്ന് പറഞ്ഞ ഒരെണ്ണത്തിനെ കൂടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും നമ്മള് ജിറാഫ് എന്ന് പറഞ്ഞെങ്കിലും കുതിരെ പോലെയാണ് ഇരിക്കുന്നത്. അങ്ങനെ മൂന്ന് ബ്രെയിൻ റോട്ട്സ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മള് ഡസ്റ്റ്ബിൻ പോലെ ഇരിക്കുന്ന, ബക്കറ്റ് പോലെ ഇരിക്കുന്ന ഒരു ബ്രെയിൻ റോട്ടും, പിന്നെ ജിറാഫ് എന്നവർ പറഞ്ഞെങ്കിലും കുതിരയെ പോലെ ഇരിക്കുന്ന ഒരു ബ്രെയിൻ റോട്ടും, പിന്നെ മൂന്നാമതൊരു ബ്രെയിൻ റോട്ടും, ഒരു കുഞ്ഞു ബ്രെയിൻ റോട്ടും കൂടെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 3 ബ്രെയിൻ റോട്ടും നമ്മുടെ ബേസിൽ കൊണ്ട് വയ്ക്കുകയാണ് ഗൈസ്. ബേസ് വെച്ച് നമ്മൾ മാക്സിമം നമ്മുടെ പോയിന്റ്സ് ക്ലെയിം ചെയ്യുകയാണ്. നന്നായിട്ട് നമ്മുടെ പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ ബേസ് ഇപ്പൊ നിറഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് റീബർത്ത് എടുത്താൽ മാത്രമേ ഇനി നമുക്ക് സ്ഥലമുള്ളൂ, നമുക്ക് ബ്രെയിൻ റോട്ട്സ് ഒക്കെ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് റീബർത്ത് എടുക്കുകയാണ്. നമ്മൾ റീബർത്ത് എടുത്ത് ഓക്കെ, നമ്മൾ റീബർത്ത് എടുത്തു. പിന്നെ നമ്മുടെ കയ്യിലുള്ള ബ്രെയിൻ റോട്ട്സിൽ നിന്നൊക്കെ നമ്മൾ പോയിന്റ്സും കളക്ട് ചെയ്തു. നമ്മൾ സ്ട്രെങ്ത് പോയിന്റ്സ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് റീബർത്ത് എടുത്തിരിക്കുകയാണ് നമ്മൾ. എങ്കിലേ നമ്മുടെ സ്പേസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ മാക്സിമം നമ്മുടെ ഇന്ന് പോയിന്റ്സ് ഒക്കെ എടുത്ത് നമ്മുടെ ബ്രെയിൻ റോട്ട്സിൽ നിന്നെല്ലാം നമ്മൾ പോയിന്റ്സ് ഇപ്പൊ കളക്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നീട് ഗൈസ്, അപ്പൊ നമ്മള് മാക്സിമം സീക്രട്ട് സെക്ഷൻ വരെയാണ് പോയെന്ന് തോന്നുന്നു. അവിടം വരെ നമ്മൾ എത്തി. ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമായി. നമ്മൾ 10 മിനിറ്റ് ആണ് സാധാരണ വീഡിയോ ഇടുന്നത്. അപ്പൊ നിങ്ങൾ അതിനുള്ള ടൈം ആയെന്ന് തോന്നുന്നു. നിങ്ങളെല്ലാം വീഡിയോ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. എല്ലാവരും ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ തുടർന്നും കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ഒരാളെങ്കിലും കമന്റ് ചെയ്താൽ നമ്മൾ ഈ വീഡിയോ തുടർന്നും കളിക്കുന്നതാണ്. ഓക്കെ, നല്ല രസമായിരുന്നു. നമ്മൾ കല്ല് ഉരുട്ടി മുകളിൽ കൊണ്ടുപോയി പൊട്ടിച്ച് കളഞ്ഞ് ഗെയിം നല്ല രസം തന്നെ ആയിരുന്നു. ഓക്കെ, നമ്മൾ റീബർത്തും എടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണാൻ തയ്യാറാണെങ്കിൽ ഒരാളെങ്കിലും കമന്റ് ചെയ്താൽ തീർച്ചയായും ഞാൻ വീണ്ടും ഈ ഗെയിം ഇടുന്നതായിരിക്കും. ഓക്കെ ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ.